അസംബ്ലി ചെയ്യാൻ പറ്റിയ ഒരാളെ പടച്ചോൻ തന്നു. ഇയാളാണ് ഖുർആൻ. 40 കൊല്ലം മുമ്പ് ജനിക്കേണ്ട ഖുർആൻ ജനിച്ചു. ആ ആൾക്ക് പിന്നെ ഖുർആൻ കിട്ടി. ഖുർആൻ വന്നപ്പോ ഇയാൾ എന്താ തിരുത്തിയത്? എന്താണ് തിരുത്തിയത്? ആണെന്നെങ്കിൽ പറയാ, തന്റെ ജീവിതത്തിൽ എന്താണ് ഈ മനുഷ്യന് ഖുർആൻ വന്നപ്പോൾ തിരുത്തേണ്ടി വന്നത്? ഈ മനുഷ്യന്റെ ലൈഫല്ലേ ഖുർആനായി വന്നത്? كيف كان خلق رسول الله سئلت عائشة كيف كان خلق رسول الله كان خلقه القرآن. അപ്പൊ 40 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 12-ന് ഖുർആന്റെ ഒരു കട്ട ജനിച്ചു. പിന്നെ ഖുർആനായി ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. ആ ഖുർആന്റെ കട്ട എന്റെ മടിയിൽ കിട്ടിയെങ്കിൽ എന്ന് ഖദീജ കൊതിച്ചു. പിന്നെ ആ ആൾക്ക് ഖുർആൻ കിട്ടിയപ്പോൾ ഖദീജ ആഗ്രഹിച്ച എല്ലാം കിട്ടി. മുഹമ്മദ് മുസ്തഫയെ ഖുർആൻ പരിചയപ്പെടുത്തിയത് വല്ല നിസ്കാരക്കാരനായിട്ടല്ല, വല്ല നോമ്പുകാരനായിട്ടും അല്ല. പിന്നെ എങ്ങനെ പരിചയപ്പെടുത്തിയത്? വലിയ സൽസ്വഭാവിയ മുഹമ്മദ്. നിങ്ങൾ ഇങ്ങോട്ട് മനസ്സിലായിട്ട് പറഞ്ഞത് വലിയ നിസ്കാരക്കാരനാണ് നബി എന്നൊരു വാക്ക് ഖുർആനിലില്ല. നല്ല ആണ്, പക്ഷെ അങ്ങനത്തെ വാക്ക് ഖുർആനിലില്ല. നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുമെന്ന് പറഞ്ഞ ആളെ റസൂലുള്ളാഹി ഓടിച്ചിട്ടുണ്ട്. തിരുത്തി നിർത്ത്, ഇനി പറയുന്നു, ഞാൻ നേരം വെളുക്കുന്നവരെ നിസ്കരിക്കും എന്നൊരാൾ നബിയുടെ സദസ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു തിരുത്തി. ഇല്ല, വഇന്ന ലിജസദിക അലൈക ഹഖൻ വഇന്ന ലിസൗജിക അലൈക ഹഖൻ വഇന്ന ലിസൗജിക അലൈക ഹഖൻ. നിന്റെ ശരീരത്തോട് നിനക്ക് കടമയുണ്ട്, നിന്റെ ഭാര്യയുടെ കട്ടിയിൽ ചെല്ലേണ്ട കടമ നിനക്കുണ്ട്. നിന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് നിനക്ക് ബാധ്യതയുണ്ട്. രാവിലെ ഒരാൾ നിന്നെ കാണാൻ വന്നാൽ നീ അപ്പൊ കിടന്നുറങ്ങാം, പറ്റൂലല്ലോ. രാത്രി ഉറങ്ങി പറ, രാത്രി ഉറങ്ങിയില്ലെങ്കിൽ എപ്പോ ഉറങ്ങേണ്ടി വരും? പറ. അപ്പൊ രാത്രി എന്തിനുള്ളതാണ്? പറടോ. രാത്രി മനുഷ്യന്മാർ നേരം വെളുത്താലല്ലേ വരിക. വലിയ മോലിയർ കാക്കയാണ്, മൂപ്പർക്ക് നേരം വെളുത്താലേ ഉറക്കം. എന്തേ? മൂപ്പർ രാത്രി അയാത്താക്കി. അങ്ങനെ ചേടങ്ങറാക്കി അയാത്താക്കണം എന്തിനാ? അന്തമുട്ടോ. നിന്റെ ശരീരത്തോടുള്ള ബാധ്യത തീർത്ത് ഹയാത്താക്കിയാൽ മതി. മനസ്സിലായില്ല? രാത്രി ഹയാത്താക്കാന്ന് പറഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും എണീക്കലാണ്, അല്ല നേരം വെളുക്കുന്നവരെ ഇരിക്കലല്ല. നീ നേരം വെളുക്കുന്നവരെ ഇരുന്നാൽ തെറ്റാണോ? തെറ്റല്ല. പക്ഷേ നിന്നിൽ നിന്ന് അവകാശമുള്ളവരുടെ സാന്നിധ്യം, അവർക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന അവരുടെ അവകാശം നിന്റെ രാത്രിയുടെ ഉറക്കൊഴിക്കൽ കാരണമായി തടയപ്പെടാൻ പാടില്ല. നിന്റെ ഭാര്യ, അബൂദർദാഇന്റെ ഖബറുണ്ട്, അബൂദർദാഇന്റെ ഖബറുണ്ട് അലക്സാണ്ട്രിയ പട്ടണത്തിന് നടുവിൽ. പണ്ട് മറവീത്, പിന്നീട് അവരെ ഹൈവേ വന്നതായിരിക്കും. ഞാൻ ഈ ഖബർ കാണുമ്പോഴത്തിന് ശരി വലിയ സഹാബിയ. ഈ കപ്പയത്തിന് ഒരു കഥ ഓർമ്മ വരും. ഞാൻ അബൂദർദാ റളിയല്ലാഹുവിന്റെ ഖബറിൽ പലപ്പോഴും പോയിട്ടുണ്ട്. എനിക്ക് ആ ഖബർ കണ്ട ചിരി വരും. എനിക്ക് അബൂദർദാനെ പറ്റി അറിയുന്ന ഏറ്റവും വലിയ കഥ എന്താണെങ്കിൽ, ഉമ്മുദ്ദർദാനെ ഒരു കുടുംബത്തിൽപ്പെട്ട ആള് കണ്ടപ്പോൾ ഉമ്മുദ്ദർദാ, അതായത് അബൂദർദാന്റെ ഭാര്യ റളിയല്ലാഹു അൻഹ, അബൂദർദാന്റെ ഭാര്യ വളരെ പിഞ്ഞിപ്പോയ വസ്ത്രം അണിഞ്ഞ് ഭംഗിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, എന്താ അമ്മായിയെ നിങ്ങൾ ഇങ്ങനെ, എന്തേ താത്ത അങ്ങക്ക് പറ്റിയത്? വസ്ത്രമൊക്കെ പറ്റ പിഞ്ഞാലോ, എന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്ത? മുടിയൊന്നും വേണ്ടത്ര ഒതുക്കിയിട്ടില്ലല്ലോ എന്റെ. അപ്പോൾ ഉമ്മുദ്ദർദാ പറഞ്ഞു, ലിമൻ അതസയ്യനു യാ വലദി വഇന്ന ആഖാക ലാ യൻളുറു നളറതഹു മിൻ മൗളിഇ സുജൂദ്. ഞാൻ ആർക്ക് വേണ്ടിയാണ് ഒരുങ്ങണത് കുട്ടിയെ? നിങ്ങളൊക്കെ സുജൂദൊന്നും തല വലിക്കാൻ നേരല്ല. തിരിഞ്ഞില്ല. ഇനിയും ഞാൻ ചക്കന്ന് കൊണ്ടെത്തിരിക്കണോ? അതായത് ഞാനിപ്പോ ഭംഗി കൂട്ടിയ ഒരു അഴക് കാണിച്ചാൽ അയൽവാസി എന്നെ കണ്ട മോശം ഉണ്ടാകുക, എന്നിൽ ആകൃഷ്ടനാവും. എന്നിൽ ആകൃഷ്ടനാവേണ്ട ഒരാളുണ്ടല്ലോ, മൂപ്പർക്ക് ഇന്റെ നോക്കാൻ നേരല്ല. ഞാൻ ഏത് മാക്സി ഇട്ടാലും കുപ്പായിട്ടാലും ചുരിദാർ ഇട്ടാലും മൂപ്പർക്ക് നേരല്ല. മൂപ്പർ മൂപ്പർക്ക് സദാ നേരം എവിടേക്ക് നോക്കണ പണിയാണ്. പറയടോ പറയടാ.
മൂപ്പർക്ക് ഇങ്ങനെ നേരെ വിളിക്കുള്ളൂ ഇതാ പണി. സുബൈനെ വാങ്ങിക്കൊടുക്കണ വരെ ഇതാ മൂപ്പർക്ക് പണി. ആ ആള് പോയി ഹബീബ നബി ഫശക്ക ഇലാ റസൂലില്ലാ, നബിയോട് പോയി പറഞ്ഞു, നബിയെ ഇങ്ങനെ ഞാൻ ഉമ്മുദർദായി ഞങ്ങളെ കുടുംബത്തിൽ വലിയൊരാളാണ്, അവരോട് പോയി പറഞ്ഞപ്പോൾ അവരെ എന്നെ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, മുടി പോലും നന്നായി കിട്ടിയിട്ടില്ല, നല്ലൊരു വസ്ത്രമില്ല. ഞാൻ പോയി പറഞ്ഞപ്പോൾ അവര് പിന്നെ എന്താ പറയാ, അവര് എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. നബിയെ റസൂലുള്ളാഹി ദേഷ്യം വന്നു. നാദി വിളിക്കോനാ വന്നു. വലിയ ഔലിയ പാകാൻ വേണ്ടിയിട്ട് നിസ്കാരം തുടങ്ങിയ ആളാണ് ആര്. എപ്പോൾ പറഞ്ഞു എന്നെക്കാൾ ആഗ്രഹിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ എൻ്റെ ഭാര്യമാരെ സമീപിക്കും, അവരെ കൂടെ കിടന്നുറങ്ങും, അവർക്ക് സന്തോഷിക്കുന്നവരെ അവരെ കൂടെ കിടക്കും, എന്നിട്ട് എണീക്കോളൂ. മൻ റഗിബ അന്നി ഫലൈസ മിന്നി, എന്നെക്കാൾ ആഗ്രഹിച്ചവൻ എന്നിൽപ്പെട്ടവൻ. നിർത്തിക്കള, ഭാര്യ നിർത്തി പോകുന്നതാണ്. നിസ്കാരവും മുടക്കിയിട്ടുണ്ട് ആര്? റസൂലുള്ളാഹി. അങ്ങനെയുണ്ട് നിസ്കാരക്കാരത്തൊന്ന് പഠിച്ചാൽ. നിസ്കാരം നമുക്കൊക്കെ വേണട്ടാ. ദീനെന്ന് പറഞ്ഞ നിസ്കാരമൊന്നുമല്ല. നിസ്കാരമൊക്കെ ദീനുകോ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നേ ഉള്ളൂ. ദീനെന്നാൽ അതിൽ ഒരാളെന്നെ തിരുത്തിയ സംഭവം ഉണ്ടാവില്ല. എൻ്റെ സ്വഭാവം നല്ല സ്വഭാവം, അത്രയും നല്ല സ്വഭാവം വേണ്ട എന്ന് നബി പറഞ്ഞ ഒന്നില്ല. നോമ്പ് തിരുത്തിയ സംഭവമുണ്ട്. റമളാൻ മാസം മദീനയിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തു. ളുഹറിനൊരു സ്ഥലത്ത് ഖാഫില സംഘം ഇറങ്ങി. ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ മൗമുമീങ്ങൾ പോവാണ്. അപ്പോൾ ളുഹർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐനൽ മാ, വെള്ളയുടെ. അപ്പോൾ ആരെ ഓടിക്കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തു. ഫശരിബൽ മാ, റസൂലുള്ളാഹി വെള്ളം കുടിച്ചു. ഏതാ മാസം? അറഫ നോമ്പല്ല, നിങ്ങൾ പിടിച്ചിരുന്നോളി, വീടുമുണ്ട്. അന്ന് രാവിലെ പുറപ്പെട്ടിട്ടുള്ളൂ. എവിടുന്ന് പറ, എവിടുന്ന്? മദീനത്തിൽ നിന്ന്. എന്നിട്ടാണ് ഉച്ചാപത്തിന് വെള്ളം കൊണ്ടുവന്നു, കുടിച്ചു. അടുത്താക്കട കൊടുത്തു, കുടിച്ചു. നബി കുടിച്ചവനെ കുടിക്കുമല്ലോ. അങ്ങനെയാണ് കുടിച്ചു. അപ്പോ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞു. റമളാൻ മാസം വെള്ളം കുടിയൊക്കെ കഴിഞ്ഞു പോവാറ്. എണീക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ പറഞ്ഞു, ബാളും മിന്നാ മാ ശരിബുൽ മാ, കുറച്ചാളുകൾ വെള്ളം കുടിച്ചില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഓഹുൽ ആസൂൻ, ഒരു ദോഷികളാണ്. അപ്പൊ എന്തേ ഉണ്ടായത്? എന്തേ നടന്നത്? റമളാൻ മാസം നോമ്പ് പോറ്റുകൊണ്ട് ദോഷി എന്തേ? ഞാൻ ചെയ്യണ ചെയ്യലീന്, അല്ലാതെ നിങ്ങൾ ആയത്തോക്കി പറയലില്ല. ഞാൻ ചെയ്യുന്നത്, ഞാനാണ് സൂപ്പർവൈസറിന്റെ കഷ്ടം. എന്നെ ഏത് വെള്ളത്തിലിട്ടാലും അവിടെ സൂപ്പർവൈസർ ഉണ്ടാവും. ഞാനാ ദീനിന്റെ കട്ട. നിങ്ങൾ ഖുർആൻ തോന്നിയ മാതിരി പറയാനില്ല. അപ്പൊ നോമ്പ് മുടക്കിയിട്ടിട്ട് റമളാൻ മാസം നോമ്പ് മുടക്കി. ചിന്തിക്കും. സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് ഒരു ഖത്തം തീർത്തിട്ടില്ല, ഖദീജ. നമ്മൾ ഏറ്റവും വലിയ അമൽ, ഇതൊന്നും ഈ അമൽ നിർത്താനല്ല പറയുന്നത് കേട്ടോ, അതിലൂടെ മാത്രം ദീനിനെ മനസ്സിലാക്കി പിഴവറ്റുന്നതാണ്. സ്വന്തം ഇഷ്ടപ്പെട്ട ഭാര്യ, വേറെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ആരാ? എന്തിനാ അതൊക്കെ പറയണേ? ഒരിക്കൽ ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹി ഖദീജ ബീവിയെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ കാനത്ത് അജൂസ, അതൊരു തൊണ്ടി പെണ്ണല്ലേ നബി, ഫഖദ് അതാഖല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ല പെണ്ണുങ്ങളൊക്കെ പഠിച്ചവങ്ങൾക്ക് മുഖം അങ്ങോട്ട് ചോന്നു. എന്താ ആയിഷ നീ പറഞ്ഞത്? ഖദീജയേക്കാൾ നല്ല പെണ്ണുങ്ങളെ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടോ എന്നാണോ നീ പറഞ്ഞത്? നിർത്തിയെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയി. നബി പിന്നെയും പറയുന്നേ, എന്ത്? അങ്ങനത്തെ ഒരു പെണ്ണിനെ പഠിച്ചു എനിക്ക് വന്നിട്ടില്ല. എന്താ പറഞ്ഞേ?
ഖദ് അഅതാക അല്ലാഹു മിസ്ല ഖൈറൻ മിന്നല്ലേ മാ അഅതാനി അല്ലാഹു മിസ്ലഹ. അങ്ങനത്തെ ഒരു പെണ്ണിനെ പഠിച്ചു എനിക്കത്. അതിനകത്ത് നല്ലല്ലോ എന്താ ആയിഷ നീ പറഞ്ഞേ? തമന്നൈതു ലൈതഹു സകൻ. ഞാൻ വിചാരിച്ചു ഒന്ന് നിർത്തിയാൽ ഇനി മേലാണ് ഖദീജ ഉമ്മാനെ പറ്റി ഒന്നും പറയില്ല. അന്ന് തീരുമാനിച്ചു ഈ ഖദീജ ഒരു ഹത്ത് നിർത്തില്ല. ഖദീജ മരിക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ മുസ്തഫ നബി 82 സൂറത്തിലെ അല്പമായത്തുകൾ ഇറങ്ങിയിട്ടുള്ളൂ. നിയമത്തിന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടില്ല. നിയമത്തിന്റെ ആയത്തുകൾ ഏറിയ കുറവും വരുന്നത് മദീനയിലാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ പെണ്ണോ ആ പെണ്ണിനേക്കാളും വലിയ ഒരു പെണ്ണ് ഭൂലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലാക്കിയതും അല്ല. ഓതിക്കോ, പക്ഷേ ഓതി അങ്ങനെ കൂറക്കപ്പൽ പോയ പോയിട്ട് കാര്യമില്ല. കൂറക്കപ്പൽ പോയ കഥ പറയും എൻ്റെ വല്യമ്മ. കൊച്ചിന്ന് അരിച്ചാക്ക് കയറ്റിയപ്പോ പറയാൻ കൂറയും കയറി. പിന്നെ ഈ അരിച്ചാക്ക് കൊടുക്കുന്നിടത്ത് മുഴുവനും ലണ്ടൻ, ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ്, ഇവിടെയൊക്കെ എല്ലാ കുറച്ച് മുന്നോട്ട് കയറി ഇരുന്നാളി ദേശം മുന്നോട്ട്. പിന്നെ പല നാടുകളിൽ പോയി, അവിടെ പോയി, കേപ്പ് ടൗണിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഷാർജയിൽ പോയി, എന്താ പറയാ ഇറ്റലി പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഫ്രാൻസിൽ പോയി, എന്താ പറയാ എല്ലാ ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ കപ്പലിൽ പോയപ്പോ ആരും കറങ്ങി, കൂറയും കറങ്ങി. പിന്നെ കാലിച്ചാക്ക് കൊച്ചിയിൽ ഇറക്കിയപ്പോ ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് മഹാനായ കൂറ ഇതാ ലോകത്തിൽ തന്നെ നമ്മളെ ഖുർആനോട്ടു ലോകാകെ ചുറ്റി സഞ്ചരിച്ചു. ഇത് വേണ്ടെന്നറിയല്ല, കൂലിക്കാണ് ഓടുന്നത്. അതിന് കൂലി കിട്ടണ സ്വഭാവം എനിക്ക് വേണം. ഈ അത്തറ് തേക്കണതിന് മുമ്പ് ആദ്യം എന്താണെന്നറിയോ, മേലെ കാഷ്ടൊന്ന് കഴിക്കാളാ, അല്ലെങ്കിൽ അത്തറ നഷ്ടപ്പെടും. പെരീന്ന് കുളിച്ചിട്ട് രാവിലെ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി അങ്ങ് കുളിച്ചു. ഇനി ഇത് പറ്റും. 4 ദിവസത്തിന് കുളിച്ചിട്ടില്ലെങ്കിലോ പിന്നെ നല്ല ഇതാണ് പോയി കിട്ടും. മനസ്സിലായില്ല? ഞാൻ ഇന്ന് സുബഹിസ്കരിച്ചിട്ട് പെരീന്ന് കുളിച്ചു, പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി കുളിച്ചു. മനസ്സിലായോ? ഇനി ഇത് പറ്റും. അത്തറാണ്, ഇത് പറ്റും. ഞാൻ കൃത്യമായി കുളിക്കണമെങ്കിൽ പറ്റും. ഇല്ലെങ്കിലോ അത് നഷ്ടമാണ്. ഇത് നഷ്ടം പോയി കിട്ടും. നിനക്ക് ദീനുണ്ടെങ്കിൽ നിസ്കാരം ലാഭാണ്. ദീന് ചേരണം. ദീനാരാ? മുഹമ്മദിയത്തിന്റെ അഖ്ലാഖ്. ഖുർആനോദിയവരെ മുഴുവനും അല്ലാഹു തആല രക്ഷപ്പെടുത്തും. നിന്ദിക്കൂല എന്നൊരായത്ത് ഇല്ല ഖുർആനിൽ. എന്നാൽ മുഹമ്മദിന്റെ കൂടെ വന്നാൽ രക്ഷപ്പെടുത്തും. നിന്ദിക്കൂല എന്നായത്തും ഉണ്ട്. എവിടെയുണ്ട്? തൗബാനെ പറ്റി പറഞ്ഞ ആയത്തിലും യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. നിങ്ങൾ ഖുർആൻ ഓതിക്കോളി. നിങ്ങൾ നിന്ദിക്കൂല എന്നൊരായത്ത് ഖുർആനിലില്ല. നിങ്ങൾ ഓതിയാൽ മതി, നിങ്ങൾ നിന്ദിക്കൂല എന്നായത്ത് ഇല്ല. ഈ ആയത്ത് എവിടെയാണ്? തൗബാന്റെ ആയത്താണ്. തൗബയിലല്ല, തൗബ. ഖുർആനിൽ തൗബയെ പറ്റി ഏറ്റവും ശക്തമായി പറഞ്ഞ ആയത്ത് ഈ ആയത്ത. തഹരീമിൽ 8ാമത്തെ ആയത്ത്, ഒറ്റ ആയത്ത. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസി ഓട്. തൂബു ഇലല്ലാഹി, അള്ളാഹുലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ ചെയ്തോളി. നിങ്ങൾ തൗബ ചെയ്താലും നിങ്ങൾ തൗബ ചെയ്താലും ബൈ ചാൻസ് അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തന്നേക്കാം.
ഇന്നിപ്പോ മഴ പെയ്യോ ഔലാന്റെ ഷിക്ക് എപ്പോഴും ഉണ്ടാവും. ഇന്ന് മഴ പെയ്യോ സാധ്യത ഉണ്ട്. നമ്മളെ കാലാവസ്ഥാ നിരീക്ഷകന്മാർക്ക് ഈ ഒരു ഉണ്ടായതുകൊണ്ടാണ് അവർ ചെലവ് കഴിഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു കൂട്ടരുണ്ടല്ലോ കാലാവസ്ഥാ നിരീക്ഷകന്മാർ, അവർക്ക് ആകെ ചെലവ് കഴിഞ്ഞുകൊണ്ട് അവർ ഓരോരോ കുട്ടികളും മര്യാദക്ക് ജീവിച്ചു പോണത് ഈ എന്നൊരു വാക്ക് ഭാഷയിലുള്ളത് കൊണ്ടാണ്. എന്താണെങ്കിലും മഴ പെയ്യാതെ മഴയില്ലെങ്കിൽ സാധ്യത രണ്ടും ഒന്ന് തന്നെ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ശക്തമായി മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചേട്ടാ കലക്ടർ വേഗം എന്താക്കും, ലീവ് കൊടുക്കും. പിറ്റേന്ന് മഴ പെയ്യാനല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ കൊല്ലടക്കം നമ്മൾ കണ്ടില്ലേ. എന്ന് കലക്ടർ ലീവാക്കിയോ അന്ന് മഴയില്ല. എന്റെ അത് ഈ അസമ്മലാണ് ഈ കളിയൊക്കെ കളിച്ച്. അപ്പൊ അസാറപ്പുങ്ങൾ ആത്മാർത്ഥമായി ഇന്റലിജന്റ് ആയിരിക്കടാ. റഹ്മത്തുള്ളാന്റെ മുന്നിലായിരിക്കണത്. ബോധത്തോട് ഞാൻ ഫഖർ പറയല്ല, പടച്ചോൻ എനിക്ക് തന്ന തൗഫീഖാണിത്. നിങ്ങൾ അസൂയിച്ചിട്ട് കാര്യമല്ല. ഇന്റെ വൽപ്പത്തരല്ല, ഇന്റെ റബ്ബിന്റെ വൽപ്പത്തരാണ്. ഇവിടെ നോക്ക്, ഇവിടെ എന്താ കൂട്ടിയത്? ആത്മാർത്ഥമായി തൗബ ചെയ്തോ. എന്നിട്ടും പറഞ്ഞ എന്താ നിനക്ക് റബ്ബ് റബ്ബുക്കും റബ്ബ് ആയേക്കാം, യുക്കഫ്രാൻക്കും നിങ്ങൾക്ക് പുറത്ത് തന്നേക്കാം, സയ്യാത്തിക്കും നിങ്ങളുടെ സയ്യാത്ത് ചീത്തകളെ പുറത്തു തന്നേക്കാം, ബൈ ചാൻസ് പുറത്ത് തന്നേക്കാം. എപ്പോൾ പോലും നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പോലും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സുഖലോക ആരാമങ്ങളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ആ ദിവസം അള്ളാഹു നിന്ദിക്കുകയില്ല അന്നബിയ മുഹമ്മദ് മനുഷ്യനെയും വല്ലദീന ആമനൂ മഅഹു ആ മനുഷ്യന്റെ കൂടെ കൂടിയവരും. നിനക്ക് ഖുർആനാണോ മുഹമ്മദാണോ ഉപകരിക്കുക? നിങ്ങൾ എല്ലാം കൂടി എന്നെ പുറത്തായിക്കളടാ, പോയിട പണിയൊക്കെ. നിങ്ങളെ ബാപ്പാൻ്റെ അടുത്ത് എനിക്ക് ചെലവ്, നിങ്ങളവിടെ 5 വയസ്സിൻ്റെ അടുത്ത് പോയിട ചിലക്കാട്. നിങ്ങളൊക്കെ ആരടാ? ഈ കുറച്ചാളുകൾ പറയും ഖുർആനക്കോളും അങ്ങനെയൊക്കെ ഇങ്ങനെ. ഓടെ പണി നോക്കി 50 ഏക്കറിന്റെ പട്ട ഉണ്ടാക്കി ചെന്തിന് വല്യാപ്പ. 1 നമ്പർ റബ്ബർ ഉണ്ടാണ് സ്ഥലം. നിങ്ങൾ പണി നോക്കി. നിങ്ങളാര്? ഞാൻ ഒരുത്തിനും വില വെക്കില്ല. നിങ്ങളാരെങ്കിലും വില വെച്ചിട്ടൊരു കവർ കിട്ടേണ്ട ആവശ്യം റഹ്മത്തുള്ളാക്കില്ല. അതിനൊന്നും ആവശ്യം എനിക്കില്ല. എൻ്റെ റബ്ബിൻ്റെ തൗഫീഖായി പറയണം. ആയത്ത് പഠിക്ക്. എന്തേ പറഞ്ഞ്? നീ ആത്മാർത്ഥമായി തൗബ ചെയ്യേ. എന്നാ അള്ളാഹ് ഈ വാക്ക് കുറച്ച് അപ്പുറത്ത് പറഞ്ഞൂടേനോ? എന്ത് ഇത് തൗബ ചെയ്താൽ അള്ളാഹ് നിന്നെ നിന്ദിക്കൂല. അവിടെ കൊടുത്തു. നിന്റെ കൂടെ ഉണ്ടോ ഇല്ലേ ഒന്ന് പറ. ഇത് ഖുർആനിലെ തൗബയെ പറ്റിയുള്ള ഏത് തെറ്റ് ചെയ്താലും അതിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഏതാ? തഹ്രീമിൽ 8-ാമത്തെ ആയത്തല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ഇതല്ലേ തൗബയെ പറ്റിയുള്ള ഏറ്റവും വലിയ ആയത്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? നീ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ പോലും അങ്ങനെയല്ലേ പറഞ്ഞു? അപ്പൊ തൗബ ചെയ്താൽ പോലും എന്റെ അള്ളാഹു തആലക്ക് ഈ യൗമ ലാ യുഖ്സില്ലാഹു എന്ന വാക്ക് കുറച്ച് അപ്പുറത്ത് പറഞ്ഞൂടായിരുന്നോ? തൗബയിലോ അള്ളാഹ് എന്നെ നിൽക്കൂല എന്നെ പറഞ്ഞൂടായിരുന്നോ? പറഞ്ഞൂടായിരുന്നോ? അതൊന്നും ഇജ്ജ് കണക്കാക്കണ്ട. ഇജ്ജ് ഈ ആളെ പിന്നാലെ കൂടിക്കോ. ഈ ആള് പഴപ്പിക്കും എന്നൊരു വാക്ക് ഖുർആനിലില്ല. എന്തിന്? ഒരു സ്വഹാബിയെ കൊണ്ട് ജനങ്ങൾ പഴക്കും എന്നൊരായത്ത് ഖുർആനിലില്ല. ഒരു സ്വഹാബിയെ കൊണ്ട് ജനങ്ങൾ പഴക്കും എന്നൊരായത്ത് ഖുർആനിലില്ല. ഖുർആൻ കൊണ്ടും ചിലപ്പോൾ ജനങ്ങൾ പിഴച്ചു പോകാം എന്ന് ഖുർആനിലുണ്ട്. എന്റെ കാരണം ഖുർആന്റെ പ്രശ്നമല്ല, ഇതിന്റെ പ്രശ്നമല്ല. പിന്നെ എന്തിന്റെ പ്രശ്ന?
അസംബ്ലി ചെയ്ത അന്തകമ്മിന്റെ പ്രശ്നമാണ് അത്. ഇത് അസംബ്ലി ചെയ്യാൻ പറ്റിയ ഒരാളെ പഠിച്ചോൻ തന്നു. ഇയാളാണ് ഖുർആൻ. 40 കൊല്ലം മുമ്പ് ജനിക്കേണ്ട ഖുർആൻ ജനിച്ചു. ആ ആൾക്ക് പിന്നെ ഖുർആൻ കിട്ടി. ഖുർആൻ വന്നപ്പോ ഇയാൾ എന്താ തിരുത്തിയത്? എന്താണ് തിരുത്തിയത്? ആണെന്നുണ്ടെങ്കിൽ പറയാ, തന്റെ ജീവിതത്തിൽ എന്താണ് ഈ മനുഷ്യന് ഖുർആൻ വന്നപ്പോൾ തിരുത്തേണ്ടി വന്നത്? ഈ മനുഷ്യന്റെ ലൈഫല്ലേ ഖുർആനായി വന്നത്? كيف كان خلق رسول الله سئلت عائشة كيف كان خلق رسول الله كان خلقه القرآن. അപ്പൊ 40 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 12 ഖുർആന്റെ ഒരു കട്ട ജനിച്ചു. പിന്നെ ഖുർആനായി ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. ആ ഖുർആന്റെ കട്ട എന്റെ മടിയിൽ കിട്ടിയെങ്കിൽ എന്ന് ഖദീജ കൊതിച്ചു. പിന്നെ ആ ആൾക്ക് ഖുർആൻ കിട്ടിയപ്പോൾ ഖദീജ ആഗ്രഹിച്ച എല്ലാം കിട്ടി. ഇത് ജീവിക്കുന്ന ഖുർആൻ, മറ്റത് ജീവനില്ലാത്ത ഖുർആൻ. നീ ആൾക്ക് ജീവനില്ലാത്ത ഖുർആൻ ജീവിക്കണമെങ്കിൽ ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് വരണം, അല്ലെങ്കിൽ കടലാസാണ്. ഖുർആൻ അവിടെ ഉണ്ടോ ഇല്ലേ? ഖുർആൻ ഇപ്പൊ ലോകത്തുണ്ടോ ഇല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങളിപ്പോ പറയാം അങ്ങനെ പറയാം ഇങ്ങനെ പറയാം. എനിക്ക് തോന്നിയത് മാതിരി പറയാനാണ് വെള്ളിയാഴ്ച രാവിലെ വരാൻ പറയുന്നത്. നിങ്ങൾ സൗകര്യം കേട്ടോളൂ. നിങ്ങൾ അടുത്താഴ്ച വരണം. ആര് പറഞ്ഞു? എന്റെ ക്ലാസ് എനിക്ക് തോന്നിയത് പറയാനാണ്. എനിക്ക് തോന്നിയത് ഞാൻ പറയാം. എനിക്ക് സൗകര്യം ഒന്നാ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ മനുഷ്യൻ ലാസ്റ്റ് വാക്ക് പറഞ്ഞ് എന്താ അവസാനത്തെ സെന്റൻസിയാ പറഞ്ഞ? നിങ്ങളോട് പിന്നെ എന്തു പറയാ? അന്തല്ലോ എന്താ 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 മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താ അവസാനം പറഞ്ഞ സെന്റൻസ്? ലാസ്റ്റ് ജീവിക്കുന്ന ഖുർആൻ. ഈ 40 കൊല്ലം മുമ്പ് ജീവിക്കുന്ന ഖുർആൻ വന്നു. പിന്നെ ജീവിക്കും ചെയ്യാ, ജീവിക്കാതിരിക്കും ചെയ്യാ, അങ്ങനത്തെ ഒരു ഖുർആൻ വന്നു. ജീവിക്കുന്ന ഖുർആൻ തൊട്ടാലേ ഖുർആൻ 40ാമത്തെ കൊല്ലം വന്ന ഖുർആൻ ജീവിക്കണമെങ്കിൽ ജീവിക്കുന്നവൻ തൊടണം. ഇന്ന് ഖുർആൻ ലോകത്തുണ്ടോ അല്ലേ? ഉണ്ട്. മുസ്ലിങ്ങൾ ജീവിക്കണില്ലല്ലോ, അടിമാളല്ലേ. ചില അറബ് നേതാക്കന്മാർക്ക് നിരീശ്വരോദ്യമാണ്. ചില അറബ് രാജാക്കന്മാർ അള്ളാഹ് വിശ്വാസമല്ല. ഒരു നടത്തുന്ന പള്ളികൾക്ക് കയ്യോ നടക്കില്ല. പള്ളിയിലെ ഇമാമിന് ശമ്പളം കൊടുക്കണ തന്നെയാണ്. പക്ഷെ അവര് നിരീശ്വരവാദികളാണ്. പിടിച്ചിരുന്നോ? എന്താ പറഞ്ഞത്? ചില അറബ് രാജാക്കന്മാർ നിരീശ്വരവാദികളാണ്. അവരാ പള്ളി നടത്തുന്നത്, അവരാ ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നത്, അവരാണ് മൂല്യന്മാർക്ക്, സർക്കാരിലെ മൂല്യന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ അവർ നിരീശ്വരവാദികളാണ്. അവരെ നാട്ടിൽ ഖുർആനില്ലേ? ഉണ്ട്. അവരാണ് ഖുർആൻ കയറ്റി വിടുന്നത് നാട്ടിലേക്ക്. പിന്നെ അവരാരാ? അവർ അമേരിക്കയുടെ അടിമകളാ. സാഹിബുൽ ഖുർആൻ എങ്ങനെയാ അമേരിക്കയുടെ അടിമയാവുക? لا تجد قوما يؤمنون بالله واليوم الآخر يوادون من هاد الله ورسوله. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആളുകളെ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ ഖുർആന്റെ ആളുകൾക്ക്, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من هاد الله ورسوله. നാടാകെ ഉംറക്ക് പോയി വരുന്നവർക്ക് ഖുർആൻ കയറ്റി വിടുന്ന ഇവർക്ക് അല്ലാഹു വിശ്വാസമില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. അപ്പൊ അവര് ലോക രാജ്യങ്ങളിലേക്ക് ഖുർആൻ കയറ്റി വിടുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഒരു മാറ്റം ലോകൾക്കില്ല. ലോകം മുസ്ലിങ്ങൾ ഇന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവൻ ജീവിക്കുന്ന ഖുർആൻ അല്ല. മുന്നിൽ നിൽക്കുന്നവൻ ജീവിക്കുന്ന ഖുർആനായാൽ ഒരു പ്രശ്നവുമില്ല. ഈ ഖുർആന് ജീവിക്കുന്ന ഖുർആൻ വരാതെ, ഒരു മുഹമ്മദ് വരാതെ, അല്ലെങ്കിൽ മുഹമ്മദിയത്തുള്ള ഒരാൾ വരാതെ ഇത് ലോകത്തൊന്നും ചെയ്യൂല. ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യൂല. ജീവിക്കുന്ന ഖുർആൻ ഇതിൽ തൊടണം.
മനസ്സിലായോ? ബൈസന്റിയൻ ചക്രവർത്തികൾ ഉമർ ബിൻ ഖത്താബിനെ പേടിപ്പിച്ചുകൊണ്ട് കത്തയച്ചപ്പോൾ ഉമർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ചില സത്യങ്ങളുണ്ട്, ആ സത്യങ്ങൾ നിങ്ങളുടെ ദേശത്ത് പ്രചരിപ്പിക്കാൻ സമ്മതം വേണം. ജനങ്ങൾ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അവരുടെ താല്പര്യം, നിർബന്ധിക്കൂല. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള സത്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബൈസന്റ് റോമക്കാർ എതിർത്തു, അത് നടക്കൂല. അപ്പോൾ ഉമർ പറഞ്ഞു, ജനങ്ങൾക്ക് കിട്ടേണ്ട ശുദ്ധവായുവിനെ തടയരുത്. അങ്ങനെ നിങ്ങൾ തടഞ്ഞാൽ എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ പടയുടെ അവസ്ഥ എന്താണ്? അൽ മൗതു അഹബ്ബു ഇലൈഹിം മിൻ ഹുബ്ബിക്കും അൽ മൗതു അഹബ്ബു ഇലൈഹിം മിൻ ഹുബ്ബിക്കും ഇലൽ ഹയാ. ജീവിക്കാൻ നിങ്ങൾക്കുള്ള കൊതിയേക്കാൾ മരിക്കാനാണ് എൻ്റെ പട്ടാളത്തിന് കൊതി. സുബ്ഹാൻ. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയുള്ളതിനേക്കാൾ എൻ്റെ പട്ടാളത്തിന് മരിക്കാനാണ് കൊതി. ആ പട്ടാളം എൻ്റെ കയ്യിലുണ്ട്, പറഞ്ഞേക്കും ഞാൻ. എങ്ങനെയുണ്ട്? അത് ആൺകുട്ടിയാ, ജീവിക്കുന്ന ഖുർആനാ, ബർക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് ലോകത്ത് 155 കോടി ഗാനേഷ്മാരി ഔദ്യോഗിക കണക്കനുസരിച്ച് മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ഒരാൺകുട്ടി ഇല്ല, ഒന്നുമില്ല. ഒരു ഇട്ടാവട്ടത്തിലുള്ള ഇസ്രായേലാണ് മുസ്ലിം ലോകത്തിന് മൂക്ക് പിടിച്ച് ഉറപ്പിക്കുന്നത്. എന്താ കാര്യം? ഖുർആനുണ്ട്, എന്നാൽ ജീവിക്കുന്ന ഖുർആനാണ് മുഹമ്മദ്. ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ അതിനും ജീവൻ ഉണ്ടാവില്ല. ഇതിലാദ്യം തൊടണം, ജീവിക്കുന്ന ആൾ തൊടണം. അതാണ് മുഹമ്മദ്. ആ ആൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിന് മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനും കാര്യമില്ല, മുഹമ്മദിയത്ത് തിരിച്ചു വരാതെ ഒന്നും നടക്കൂല. അടിമകളായി നടക്കും നമ്മൾ. അങ്ങനെ നടക്കും, നമ്മൾ അടിമകളായിരിക്കും. നമ്മളുടെ അടിമകളാവും. നിസ്കാരം, സ്വഹാബികളുടെ നിസ്കാരം നമുക്കില്ലേ? ഉണ്ട്. നോമ്പില്ലേ? ഉണ്ട്. അതിനേക്കാളുണ്ട്. നമ്മുടെ എത്ര നോമ്പെന്ന് അവർക്കില്ല. നമുക്കിപ്പോൾ എന്തിനു നോമ്പ് കൊടുക്കാം. പഴയ കാലത്ത് നമ്മളെന്നാ മൂത്തേടത്തുനിന്ന് കോഴിക്കോട് വരുമ്പോഴത്തേന് ഇടക്കിടക്കൊക്കെ ഒന്ന് ചായ പീടികൾ കണ്ടിരുന്നു. റമദാൻ മാസത്തിൽ ഇടക്കിടക്ക് ചെറിയ ചായച്ചട്ടി. ഇപ്പോൾ ചായപ്പൊടികൾ, ഇപ്പോൾ ചായപ്പൊടി അറഫ നോമ്പിന് വരെ ഇല്ല. മനസ്സിലായില്ല? മലബാറിലൊക്കെ ഒരാൾ അറഫ നോമ്പിൻ്റെ ദിവസം വന്നാൽ പിറ്റന്നെ. കാരണം യാത്രക്കാരന് ചായ കുടിക്കാനുള്ള സൗകര്യം വരെ ആജാതി നോമ്പന്മാരാ. നോമ്പ് ഉമ്മാനോട് മര്യാദയ്ക്ക് വേണ്ടിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. നോമ്പനാ അങ്ങോട്ട് പോകാൻ വേണ്ടി അയൽവാസിനോട് വർത്താനം പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു മൂപ്പര് ജമാഅത്ത് പങ്കെടുക്കണം. അയൽവാസി മൂപ്പര് തെറ്റിയിട്ട് 9 കൊല്ലായി. 2 ജമാഅത്തേക്ക് പാഞ്ഞു വരും. പിന്നെ എന്താ വരിക എന്നറിയാം? ഒരാൾ പാഞ്ഞു വരുന്ന സമയത്ത് അയൽവാസി ഇറങ്ങണണ്ട, ഓനൊന്ന് ചവിട്ടിപ്പിടിക്കും. നമുക്കാണ് പോയിക്കോട്ടെ. മനസ്സിലായി? ബാങ്ക് കൊടുത്താൽ മണ്ടു. 2 ആളും, ഇയാൾ മണ്ടു, മറ്റാൾ മണ്ടു. എന്തിന്? ജമാഅത്ത് പോവാൻ 27 ഇരട്ടി കൂലിയല്ലേ, പോകാൻ പാടുണ്ടോ? പക്ഷേ വരുന്ന നേരത്ത് ഗേറ്റിങ്ങൾ എത്തുമ്പോ അയൽവാസി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനൊന്ന് ചവിട്ടിക്കും. നമുക്കാണ് പോയിക്കോട്ടെ, എന്നിട്ട് പോയാൽ മതി. 10 കൊല്ലം മുമ്പ് ഓമശ്ശേരി അടുത്തൊരു മഹലിലേക്ക് എന്നെ കൊണ്ടുപോയി. അതിരാവിലെ പ്രസംഗം. എന്താന്ന് ചോദിച്ചു? ഒന്നുമില്ല, തമ്മ തെറ്റിയാലുള്ള ദോഷങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും ഉസ്താദേ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾ ഉസ്താദും കൂട്ടിയിട്ട് 2 പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റിയിട്ടുണ്ട്. അവരോട് പോയി ഉസ്താദ് അടക്കം ഞങ്ങൾ പോയി പറഞ്ഞു, തെറ്റാൻ പാടില്ല കേട്ടോ, പെണ്ണുങ്ങളെ 2 പേരിലും പെണ്ണ്. അപ്പോൾ ഒരു പേരിത്തെ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് പേരെ പന്നാളുള്ളത് നരകം കിട്ടും നോക്കല്ലേ. നരകം ഞാനാണ് വാങ്ങിക്കൊണ്ട്, നിങ്ങൾ പോയിക്കോളി. നിങ്ങൾക്ക് പേരെ പറഞ്ഞാൽ ഓളോട് തെറ്റിയാൽ നരകം കിട്ടും നോക്കല്ലേ. ഞാൻ നരകം വാങ്ങിക്കോളാം, അതിനുള്ള പൈസ അപ്പം നോക്കാം. ഓളോട് കൊണ്ടിട്ടത് എനിക്ക് സ്വർഗം വേണ്ട. ഇവരും 5 വക്ത് ഖുർആനോ നിസ്കരിക്കും, ഖുർആനോടും. മുഹമ്മദ് എന്ന ആളില്ല. മുഹമ്മദ് എന്നൊരാളുണ്ടെങ്കിൽ ഉള്ളിൽ കയറി ആദ്യം ഒരാൾക്ക് എന്താ ഉണ്ടാകുക? എന്താ ഉണ്ടാവുക? സൽ സ്വഭാവം. വല്ലാത്തൊരു കാരുണ്യമുള്ള മനസ്സാണ് നിങ്ങളുടേത്. ഖുർആനിൽ ഇറങ്ങി ഒരു മനുഷ്യന്റെ സൽ സ്വഭാവം എത്ര അവസാനിപ്പിക്കണം. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ നബിയെ പ്രചരിപ്പിക്കണം. ആർക്കിടയിൽ? എല്ലാവർക്കിടയിൽ. എന്താണ് നബി? നബി എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവർക്കും. ജൂതന്മാരുടെ കൂട്ടത്തിലെ അവരുടെ സുനഗോഗിലെ ഏറ്റവും വലിയ അവരുടെ ഇമാം
അയാൾ ആണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് കൊടുക്കുന്നത്. അയാൾ വലിയ മുതലാളിയാണ്. ഈ പുസ്തകത്തിലുണ്ട് ആ സംഭവമൊക്കെ. എന്താ കാരണം? ഉഹദ് യുദ്ധം വന്നപ്പോൾ ശനിയാഴ്ച ഉഹദ് യുദ്ധം വന്നു. അപ്പോൾ ഇയാൾ അവൾ ജൂതന്മാരുടെ ഇമാമ. അവരുടെ നമ്മൾക്ക് വെള്ളിയാഴ്ച ആണെങ്കിൽ ജൂതന്മാർക്ക് ശനിയാഴ്ച ഉഹദ് യുദ്ധം വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, മദീന ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹം വലിയ നല്ല മനുഷ്യനാണ്. അപ്പോൾ ചില ജൂതന്മാർ പറഞ്ഞു, ശനിയാഴ്ച അല്ലേ? അപ്പോൾ പറഞ്ഞു, നമുക്കിന്ന് ശാബത്തില്ല, നമുക്കിന്ന് ശനിയാഴ്ച പരിപാടിയില്ല, പള്ളിയിലൊന്നുമില്ല, കിട്ടിയ വാളും എടുത്തിട്ട് നേരെ ഇറങ്ങുക, അന്ന് അതേ ഉള്ളൂ. അങ്ങനെ അയാൾ ഈ ജൂത നേതാവ് യുദ്ധത്തിനിറങ്ങി നബിയോട് കൂടെ ഉഹദ് യുദ്ധക്കളത്തിൽ. ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്ത്? ഈ യുദ്ധത്തിൽ ഞാനെങ്ങാനും മരണപ്പെട്ടു പോയ എൻ്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിൻ്റെ കയ്യിലേൽപ്പിക്കണം. അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാമി ഔഖഫഹു യഹൂദ് സയ്യിദുൽ യഹൂദ് ബിൽ മദീന. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് യഹൂദി നേതാവ് റസൂലുള്ളാഹി കൊടുത്തതാണ്. എന്താ കാരണം? പോകണമെങ്കിൽ പോയിക്കോട്ടെ, കൊല്ലാണെങ്കിൽ കൊല്ലോട്ടെ എന്നല്ല. ആരായത്? ജൂതന്മാർ നേതാവ്. ഇസ്ലാമിൽ ഇപ്പം നമ്മളെല്ലാവരും പള്ളിയൊക്കെ വഖഫ് കൊടുക്കൂലേ? പള്ളി, മദ്രസ, അതിനൊക്കെ വഖഫ്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഏതാ? ഒരു ജൂത നേതാവ് റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ്. അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അതാണ്. അയാൾ വഖഫ് ചെയ്തു. എൻ്റെ സമ്പത്ത് മുഴുവൻ മുഹമ്മദിനെ ഏൽപ്പിച്ചു. അയാൾ വലിയ മുതലാളിയായിരുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഒരു ജൂതപ്രമാണി, പുണ്യ റസൂലിന്റെ സൽ സ്വഭാവത്തിൽ ആകൃഷ്ടനായി മതിമറന്ന ഒരു ജൂതപ്രമാണിയായ പുരോഹിതൻ നൽകിയതാണ് അവ്വലു വഖഫിൻ ഫിൽ ഇസ്ലാം. അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. എന്താ കാരണം? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇന്നിപ്പോൾ ഈ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളെ കൊല്ലാൻ നടക്കുക, ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളെ കൊല്ലാൻ നടക്കുക, മുസ്ലിമീങ്ങൾ അങ്ങോട്ട് നടക്കുക. ഇപ്പോൾ യൂട്യൂബർമാർക്കൊക്കെ പണി എങ്ങനെയെങ്കിലും പരസ്പരം കൊല്ലിക്കലാണ്. ഇതൊക്കെ ഒന്ന് നിർത്തുക. അന്യ മതനിന്ദ ഒഴിവാക്കുക. എല്ലാവരും നമ്മുടെ പടച്ചോന്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ നബി റഹ്മത്തുൽ ലിൽ മുസ്ലിമീനല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീനാക. എല്ലാവർക്കും കൊടുക്കുക. ഞാൻ എൻ്റെ അറിയുന്നവരോടൊക്കെ പറയും, റബീഉൽ അവ്വൽ 12 അന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുക, ഒരു ചെമ്പ് പായസം വെക്കുക, എന്നിട്ട് ബസ്സിന് പോകുന്നവർക്ക് മുഴുവൻ കൊടുക്കുക. എന്നെന്താ? ഇന്ന് മുഹമ്മദ് നബിയുടെ ജന്മദിന. ഞാൻ കുടിക്കൂല എന്ന് ഒരു ഹിന്ദു പറയില്ല, ഒരു RSS പറയില്ല. പറയോ? ഒരാൾ പറയില്ല. ഒരു മധുരം, ഒരു മനസ്സിന് മധുരം ഉണ്ടാവട്ടെ. ഇതൊരു മധുരത്വം ഉണ്ടെങ്കിലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇയാളാരാ? ഈ പുസ്തകം വായിക്ക്. ഇയാളാരാ? മുഹമ്മദ്. കാലത്തിനനുസരിച്ച് നമ്മൾ വേറിട്ട് നബിക്ക് ലോകാവസാനം വരെ വ്യാഖ്യാനിച്ചാലും തീരാത്ത ലെയറുകളിലുള്ള ആളാണ്. ആര്? പറ. മുഹമ്മദ് മുസ്തഫ. പഴയ പാട്ട് മാത്രം പാടിയാൽ പോരാ, നമ്മൾ പുതിയ കാലത്ത് നബിയെ മനസ്സിലാക്കി കൊടുക്കണം. വളരെ ചിന്തിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. ഈ റബീഉൽ അവ്വൽ ഇന്നൊന്നാണ്. എൻ്റെ സന്തോഷത്തിന് അതിലില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന മുതൽ ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി വൈകുന്നേരം തന്നെ മാസം ഉറക്കണം എന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്തുകൊണ്ട്? എൻ്റെ ദുആ കൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ കണ്ടവരോടൊക്കെ പറഞ്ഞു, ഇന്നും വെള്ളിയാഴ്ച രാവുമാണ്, റബീഉൽ അവ്വൽ 1-ാം രാവ് ആയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോഴത്തേന് കാപ്പാട്ടുകാരെന്നെ വിളിച്ചു, മാസം കണ്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ. അത് ഉറപ്പിച്ചു. സന്തോഷം. അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? വല്ലാത്തൊരു സന്തോഷം. ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് റബീഉൽ അവ്വൽ. എന്താ റബീഉൽ അവ്വലിന്റെ അർത്ഥം? ആദ്യത്തെ വസന്തം. അത് മുഹമ്മദാണ്. ഇയാള് ഈ റബീഉൽ അവ്വൽ എന്ന വാക്കിന് ആദ്യത്തെ റബീഉ മുഹമ്മദാണ്. അത് വലിയ ആഴമുള്ള വാക്കാണ് അതൊക്കെ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫാനെ സ്വീകരിക്കുക. കണ്ടതിലീശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബ്യക്കാർ. വള്ളത്തോളിന്റെ കവിതയാണ്. ഉറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്ര മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ.
ഇതൊക്കെയാവാം 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കയിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോകും നബി തൻ മനസ്സിൽ. പാംസുസ്നാനം വായിച്ചിട്ട് കരയാത്ത ഒരാളുണ്ടാവില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, സമയങ്ങളോളം കരഞ്ഞുപോയി. ഞാൻ 1990 ഈ കവിത പഠിക്കുന്നത്. ബിഫോർ 36 years 1990 ഞാൻ ഈ കവിത കാണുന്നത്. ഒരു ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ കരഞ്ഞുപോയി. കാരണം വള്ളത്തോളിനെ പോലെ നബിയെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ഒരാളുണ്ടാവില്ല. ശ്രീനാരായണ ഗുരുസ്വാമികളെ പോലെ. അവരൊക്കെ റസൂലുള്ളാഹിനെ അറിയായത്. അവരറിയുന്ന അളവിൽ പോലും നമുക്ക് നബി അറിയില്ല. മനസ്സിലായില്ല? വള്ളത്തോൾ നബി അറിഞ്ഞ അളവിൽ നമുക്ക് നബി അറിയില്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ നബി അറിഞ്ഞ അളവിൽ പോലും നമുക്ക് നബി അറിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യർ എന്തിനാ അതൊക്കെ പറയുന്നത്? അലക്സാണ്ടർ ജേക്കബ് സാർ അറിയുന്നത് പോലെ നബി അറിയുന്ന ഒരു മൂല്യരെ പേര് കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. അലക്സാണ്ടർ ജേക്കബ് സാറിന് നബിയെ മനസ്സിലായ അത്ര മനസ്സിലായ ഒരു മൂല്യരെ പേര് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ ഇന്ന വിവരം അറിയിക്കണം. മൂപ്പരെ പോയി ഒന്ന് കാണാനാ, ഒരു ചീരനെ കൊണ്ടേ കൊടുക്കാം. എന്തേ വായിക്കൂടി പഠിച്ചു നബിയെ പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെയാ ചില ചാനലുകാര് നബിയെ ഒന്ന് കുഴിച്ചടിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തത്. അയാള് ഭാവ പോലും വ്യത്യാസമില്ലാതെ അവസാനം ചാനലുകാർ തോറ്റില്ലേ? തോറ്റില്ലേ? നിങ്ങൾ കണ്ടതല്ലേ അത്? ആ ചാനൽ ചർച്ച നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടൊരു കൈപ്പൊക്കി. അലക്സാണ്ടർ ജേക്കബ് സാർ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും എങ്ങനെയൊക്കെ നബിയെ മാനം കെടുത്താൻ ചോദിച്ചിട്ടും അയാൾ ഭാവമാറ്റം ഒന്നുമില്ലാതെ പരിശുദ്ധ പ്രവാചകൻ അല്ലേ, അങ്ങനെയല്ലേ പറയാ? അങ്ങനത്തെ ഒരു വാക്കുകൾ നമ്മൾ പറയില്ല. പരിശുദ്ധ പ്രവാചകൻ എന്ന് പറയാം. പരിശുദ്ധ പ്രവാചകൻ എന്നല്ലാത്തൊരു വാക്ക് പറയൂല. ഈ പുസ്തകം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിനെ അയച്ചു കൊടുത്തു. വായിച്ചിട്ട് എനിക്ക് 2 കത്തയച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കാൻ വേണ്ടി അറിയില്ല, നബിയെ മനസ്സിലാക്കിക്കോളി, അല്ലാതൊരു കാര്യമില്ല. മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കാനാണ് റബീഉൽ അവ്വൽ നമ്മൾ ചെലവഴിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഒരല്പമെങ്കിലും നമ്മുടെ മനസ്സിൽ നബി കയറിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഇതൊരു ഒരു കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ തുടക്കമാണ്. അൽ കഹ്ഫിന്റെ വ്യാഖ്യാനം ഞായറാഴ്ച പറയാറുണ്ട്. അതെല്ലാം നബിയെ പരിചയപ്പെടുത്താനാണ് എൻ്റെ ഉദ്ദേശം. അതിലൂടെ നീ നന്നാവും. ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ നല്ലവരൊക്കെ സ്വഭാവം നന്നാക്കിയവരാ. അതിനൊക്കെ നബിയാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ നിസ്കാരക്കാരനായിട്ട് കാര്യമില്ല, സ്വഭാവം നന്നാവണം. എല്ലാം നമുക്കുണ്ട്. എല്ലാ നിസ്കാരത്തിലും പങ്കെടുക്കുന്ന ഒരു സ്വഹാബി ഒരിക്കൽ തന്റെ അടിമയെ യാ അബ്ദി എന്ന് വിളിച്ചു. ഒരിക്കൽ ഒരു സ്വഹാബി തന്റെ അടിമയെ യാ അബ്ദി എന്ന് വിളിച്ചുപോയി. ഈ അടിമ റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, എന്നെ എന്റെ യജമാനൻ എങ്ങനെ പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നക അംറുൻ ഫീക ജാഹിലിയ, ഇന്നക അംറുൻ ഫീക ജാഹിലിയ. നീ ഇപ്പോഴും ജാഹിലിയത്തിലാ. 5 നിസ്കരിക്കാൻ ബാക്കിലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഈ നിസ്കാരം നിന്റെ സ്വഭാവം നന്നാക്കിയില്ല. നിസ്കാരം ഒരടിമയെ എന്ന് വിളിക്കരുത്. എന്ത് വിളിച്ചോ? ബാല്യക്കാരാന്ന് വിളിച്ചോ. എന്റെ അടിമയെന്ന് വിളിക്കരുത്. എന്ത് വിളിക്ക്? ബാല്യക്കാരാന്ന് വിളിച്ചു. നീ ഇന്റെ ബേക്കിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിനക്കിപ്പോഴും ജാഹിലിയത്ത് ബാക്കിയാ. എന്റെ സ്വഭാവമില്ല, നിസ്കാരമുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന അറിയാത്ത അബൂ ദർദാ നിസ്കാരമുണ്ട്. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു. അതാണ് മുഹമ്മദ്. ആ വഴിയാത്രക്കാരിൽ ആ നബിയോട് കൂടെ പോകുന്ന ഒരാളെങ്കിലും എനിക്കൊരൽപ്പം പച്ചവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കുതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നബിയെ കുറിച്ച് നബിക്ക് 3 ദിവസം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. നബി ദാഹിച്ചിട്ടാ കുറിച്ച് അല്ല, ഒരാൾ ആ കൂട്ടത്തിൽ കൊതിച്ചിട്ടുണ്ടാവും. പഠിച്ചവനെ കുഴങ്ങിയാലോ കുറച്ച് പച്ചവെള്ളം കിട്ടിയെങ്കിൽ അപ്പം നബിയാണ് കുടിച്ചു. അയാളെ പ്രശ്നം തരുന്നില്ലേ? അള്ളാഹ്ക്ക് നിങ്ങൾ യാത്രയിലാണെങ്കിൽ വേറെ ദിവസം നോറ്റാൽ മതി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അള്ളാഹ്ക്ക് ഇങ്ങനെ നോറ്റേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതാണ് മുഹമ്മദ്. ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. അള്ളാഹു പുണ്യ റസൂലിനെ മനസ്സിലാക്കി യഥാർത്ഥ മുഅ്മിനാവുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ഇലാ ഹളറത്തുൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.